ദൈവവചനം സഭകളിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. തിരുവെഴുത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗം ഞാൻ ആമുഖത്തിൽ ഉദ്ധരിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. 1-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ വായിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണോ, ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണോ? ഓർക്കുക, ഇതിന് ആർക്കാണ് പറ്റുക? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഓർക്കണം, അല്പ മിനിറ്റുകൾ നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. ഈ വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് ആഴത്തിൽ പതിയണം. ഒരു സഹോദരി സഭായോഗത്തിൽ ദൈവദാസൻ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടു. പ്രസംഗം ഇതാണ്: ആരാധന ആവശ്യമാണെങ്കിലും ആരാധനയല്ല, വചനധ്യാനമാണ് ഒരു ദൈവപൈതലിനെ ആത്മീയതയിൽ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൽ ഉറച്ചാൽ മുട്ടിക്ക് തീ പിടിക്കുന്നത് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ജീവിതം കച്ചിക്ക് തീ പിടിക്കുന്നത് പോലെ ആയിരിക്കും. കച്ചിക്ക് തീ പിടിച്ചാൽ ഭൂ എന്നൊന്ന് കത്തിത്തീരും, എന്നാൽ മുട്ടിക്ക് തീ പിടിച്ചാൽ നിന്ന് കത്തും. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൽ സന്തോഷിക്കണം എന്ന സന്ദേശം കേട്ട സഹോദരി തീരുമാനിച്ചു, ഇന്ന് മുതൽ വചനത്തിൽ സന്തോഷിക്കാൻ പോകുകയാണ്. ആ സഹോദരി വീട്ടിലെത്തി ഭർത്താവിനെ ഓഫീസിലേക്കും പിള്ളേരെ സ്കൂളിലേക്കൊക്കെ വിട്ടതിന് ശേഷം വേദപുസ്തകം തുറന്ന് വചനം ധ്യാനിക്കാൻ തീരുമാനിച്ച് ഇരുന്നു. കിട്ടിയത് ദാനിയേൽ പ്രവചനമാണ്. വായന അങ്ങോട്ട് തുടങ്ങുകയാണ്. യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിൽ പാത്രങ്ങൾ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവനവയെ ശീനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പേനോസിനോട്, രാജസന്തതികളിലും കുലീനന്മാരിലും വെച്ച് വിദ്യാനിപുണരും ഉറക്കം വരുന്നു, കണ്ണു വല്ലാതെ അടയുന്നു. ഒരു കാര്യം ചെയ്യും, ഉച്ചവരെയുള്ള പരിപാടിയെല്ലാം ഒതുക്കിയച്ച് അല്പം ഭക്ഷണം കൂടെ കഴിച്ചതിന് ശേഷം വന്ന് വാക്കി ധ്യാനിക്കാം എന്ന് വിചാരിച്ച് പുസ്തകം അടച്ചിട്ട് പോയി. ഉച്ചവരെ ഉള്ള എല്ലാം ഒതുക്കി അല്പം ഭക്ഷണം കൂടെ കഴിച്ചതിന് ശേഷം വീണ്ടും പുസ്തകം തുറന്നു. കിട്ടിയത് വെളിപ്പാട് പുസ്തകമാണ്. തുടങ്ങി വായന. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി താൻ കണ്ടതൊക്കെ സാക്ഷീകരിച്ചു. യോഹന്നാൻ ആസിയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൻ്റെ പക്കൽ നിന്നും അവൻ്റെ സിംഹാസനത്തിനുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പിതാവായ ദൈവത്തെ രാജ്യവും പുരോഹിതന്മാരും. അങ്ങോട്ട് വായന തുടരുന്നതും ഉറക്കം തുടങ്ങുന്നതും ഒരുപോലായിരുന്നു. ഈ സമയത്ത് മൊബൈലിൽ കളിക്കുകയായിരുന്നെങ്കിൽ ഉറക്കം വരികയില്ലായിരുന്നു, സീരിയലായിരുന്നെങ്കിൽ ഒട്ടും ഉറക്കം വരികയില്ലായിരുന്നു. ഇതിൻ്റെ മുൻപിൽ എന്താ ഇത്ര ഉറക്കം വരുന്നത്? ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിലേക്കാട്ടിലും ഉപരിയായി ദൈവവചനം ധ്യാനിക്കുന്നതിൽ സന്തോഷിക്കാൻ കഴിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ശ്രദ്ധിക്കണേ, നിങ്ങൾ സ്തോത്രം പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ യാഥാർത്ഥ്യത്തോട് ചോദിക്കണം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ അത് അഭിമാനത്തോടെ എനിക്ക് കഴിയുമെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ ഭാഗ്യമാണ് വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുക. കാരണം എന്താണ്? ഈ ഉറക്കം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് നമുക്ക് എന്താണോ അതനുസരിച്ച് മാത്രമേ നമുക്കിതിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. ഒരു 25-30 വർഷങ്ങൾക്ക് പുറകിൽ കേരളത്തിലെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ വളരെ കുറവുള്ള ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിൽ കാണുക.
അന്ന് ഈ ഭർത്താക്കന്മാർ വിദേശത്ത് ഗൾഫിലൊക്കെ ജോലിക്ക് പോകുകയും ഭാര്യമാർ വീട്ടിൽ കുഞ്ഞുങ്ങളെയും മറ്റും വളർത്തി കഴിയുകയും ചെയ്യുന്ന സമയത്ത് ആകപ്പാടെ ആശയവിനിമയത്തിൻ്റെ ഇടയിലെ പ്രധാന മാധ്യമം ഒരു എയർമെയിൽ ഇല്ലൻ്റാണ്. നമുക്കറിയാമല്ലോ, ആ വലിയ ചാക്ക് പോലുള്ള ബാഗുമായി ഈ പോസ്റ്റ്മാൻമാർ കയറ്റം കയറി വീടിൻ്റെ മുറ്റത്തോട്ട് വന്നിട്ട് ഒന്ന് വിളിച്ചു കഴിയുമ്പോൾ, ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് തിരക്കി ചിലതൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാരുടെ കണ്ണുകൾ മൊത്തം ഉന്നം വെക്കുന്നത് അതിനകത്ത് എയർമെയിലില്ലുണ്ടോ, കാരണം അതിനൊരു പ്രത്യേക കളറും ഒരു സംവിധാനവും ഒക്കെയാണ്. അപ്പോൾ ഒരെണ്ണത്തിന് പിടിച്ചിങ്ങോട്ട് തരുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. സ്തോത്രം. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിച്ച്, അതിനകത്തായിരിക്കുമല്ലോ ചെക്ക് ഉൾപ്പെടെ വല്ലതുമൊക്കെ വരുന്നത്, അത് പൊട്ടിച്ച് നേരെ വീടിൻ്റെ മുൻവശത്തെ ഒരു കല്ല് വല്ലതും ഉണ്ടെങ്കിൽ ആ സഹോദരി ചൂലുകൊണ്ട് മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അത് ഒരു കയ്യിൽ ചൂലും മറ്റേ കയ്യിൽ ഈ കവറും പിടിച്ച് പൊട്ടിച്ചൊരിരിപ്പുണ്ട്. അതൊരു വല്ലാത്ത ഇരിപ്പാണ്. ഇതിനിടയ്ക്ക് കയറി വന്ന ഈ പോസ്റ്റ്മാൻ ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചേ വെള്ളം കൊട് എന്ന് പറഞ്ഞ് അകത്തോട്ട് മാറി കൊച്ചിനോട് കൽപ്പിച്ചതിന് ശേഷം ഇത് പൊട്ടിച്ചൊരിരിപ്പാ. സ്തോത്രം. കാരണം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കത്ത്, ആ കത്തിനകത്തെ വരികളിൽ അവളുടെ കണ്ണുകൾ ആഴ്ന്നിറങ്ങുകയാണ്. ഇന്നത്തെ കാലത്തെ കുടുംബ ബന്ധങ്ങളുടെ പ്രത്യേകതയൊന്നുമല്ല, അന്നത്തെ കാലത്തെ കുടുംബത്തിൻ്റെ നിലവാരമാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും വേണ്ടില്ല. സ്തോത്രം. ഒന്ന് വായിച്ചു, വീണ്ടും തിരിച്ചും മറിച്ചും ആസ്വദിച്ചൊന്ന് വായിച്ചു, പിന്നെയും വരികൾ ഓരോന്ന് എണ്ണിപ്പിറക്കി വായിച്ചു. ഇതിനിടയ്ക്ക് പാസ്റ്റർ രാജു മേത്ര പുറകിൽ കൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കി, അതിനകത്ത് എന്താ ഇത്ര കാര്യമായിട്ട് എഴുതിയിരിക്കുന്നത് എന്ന് അറിയാനൊന്ന് നോക്കിയെന്നിരിക്കട്ടെ. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇത്രയേ ഉള്ളൂ: വാഴയ്ക്ക് വളവിടുന്ന കാര്യം, വീട്ടിലെ പുറകിലത്തെ വീട് പൊളിഞ്ഞ കയ്യാല കെട്ടുന്ന കാര്യം, കറണ്ട് ചാർജ് അടയ്ക്കുന്ന കാര്യം, ടെലിഫോൺ ബില്ല് അടയ്ക്കുന്ന കാര്യം, ഇതെല്ലാം ഇങ്ങനെ എഴുതിയിരിക്കുക. എനിക്കിതിന് ഇത്ര പ്രാധാന്യം ഒന്നുമില്ല. എന്നാൽ ഈ സഹോദരിക്ക് അതിനെന്താ ഇത്രമാത്രം പ്രാധാന്യം? അവൾ പലവട്ടം തിരിച്ചും മറിച്ചും വായിച്ചും ധ്യാനിച്ചും എണ്ണിപ്പിറക്കിയതിന് ശേഷം അവസാനം ഇത് കട്ടിലിൻ്റെ തലനയുടെ കീഴെ കൊണ്ട് വെച്ചിരിക്കുക, രാത്രി പിന്നെയും ധ്യാനിക്കാൻ. സ്തോത്രം. എന്താ കാര്യമെന്നറിയാമോ? എനിക്കിതിനകത്തൊരു താല്പര്യവും തോന്നുന്നില്ലെങ്കിലും അവൾക്കിതിനകത്ത് പ്രത്യേക താല്പര്യം തോന്നാൻ കാരണം എനിക്കത് എഴുതിയ വ്യക്തി ആരുമല്ല, അതുകൊണ്ട് എനിക്കതിനകത്തൊരു ബന്ധവുമില്ല. എന്നാൽ അവൾക്ക് അത് എഴുതിയ വ്യക്തി അവളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എഴുതിയ വ്യക്തിയും വായിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലാണ് വരികൾക്കകത്ത് ജീവൻ വ്യാപരിക്കുന്നത്. ആ വേദപുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ വേദപുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് പകൽ ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് കേവലം ഒരു വൈകാരികതയിൽ അവസാനിക്കുന്ന ദൈവാലോചനയായിട്ടല്ല, അടുത്ത 10-50 മിനിറ്റുകൾ കേൾക്കാൻ തുടങ്ങുന്ന ജീവൻ്റെ വചനം എന്നോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങളിലെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ചില മിനിറ്റുകൾ, ചില സെക്കൻഡുകളൊന്ന് പ്രാർത്ഥിക്കുന്നു തുടങ്ങിക്കാട്ടെ. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യേശുവിൻ്റെ കരം ഇതിനകത്ത് ബലത്തോടെ വ്യാപരിക്കുന്നുണ്ട്. നിന്നെ വചനം ധ്യാനിക്കാൻ അനുവദിപ്പിക്കാതെ, നിന്റെ ഹൃദയത്തിലേക്ക് ഈ വചനം പരിവർത്തനം നടത്താൻ അനുവദിക്കാതെ, വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ജീവിതത്തിൽ പരിവർത്തനത്തിലേക്ക് നടത്താൻ സമ്മതിക്കാതെ, കൂച്ചുവിലങ്ങട്ട് ബന്ധിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ തകർത്തുകൊണ്ട് ഇന്ന് പകൽ മുഴങ്ങുന്ന ജീവന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കാൻ പുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സദസ്സിനായി ഒരു ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. വചനത്തിൻ്റെ വ്യാപാര ശക്തി വ്യക്തികളുടെ ഹൃദയത്തിൽ ആഴമായി ക്രിയ നടത്തേണ്ടതിന് പ്രാർത്ഥിച്ച് നിന്റെ കരങ്ങളിൽ ഈ ജനത്തെ കൈമാറുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ.
തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ തിരുവെഴുത്തിലേക്ക് കടന്നു വരാം. കൊരിന്ത്യർക്ക് ധന്യനായ പൗലോസ് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവും, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവും, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 27, 28, 29 വാക്യങ്ങളും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. ധന്യനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? 11-ന്റെ 27. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. വായിച്ചാട്ടെ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ശ്രദ്ധിക്കണേ, ഞാൻ ഇന്ന് പകൽ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം അനുഗ്രഹം ശിക്ഷാവിധി എന്ന അതിപ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആ പദങ്ങൾ ആവർത്തിക്കുന്നു. അനുഗ്രഹം ശിക്ഷാവിധി. എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞേ. അനുഗ്രഹം ശിക്ഷാവിധി. ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ദൈവസഭയുടെ പുറകിൽ, ഈ വിശുദ്ധ മേശയുടെ പുറകിൽ 2 വിധ ശക്തികൾ ഇവിടെ വ്യാപരിക്കുന്നു. ഒന്ന് അനുഗ്രഹത്തിൻ്റെ ശക്തി, 2 ശിക്ഷാവിധിയുടെ ശക്തി. ഇതേറെ ഭയത്തോടെ കാലിലെ ചെരുപ്പൂരി മാറ്റിയിട്ട് തീയുടെ മുൻപിൽ മോശ നിന്നതുപോലെ കേൾക്കേണ്ട ദൂതാണ് അനുഗ്രഹത്തിൻ്റെയും ശിക്ഷാവിധിയുടെയും ശക്തി. ദൃശ്യമായ അപ്പവീഞ്ഞുകളുടെ പുറകിൽ അദൃശ്യമായ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൃശ്യമായ വസ്തുക്കളുടെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ചില മിനിറ്റുകൾക്കുള്ളിൽ കർത്താവിൻ്റെ ദാസൻ ബിജു പാസ്റ്റർ ഈ അപ്പവീഞ്ഞുകൾ ഇവിടെ വാഴ്ത്തി ദൈവജനത്തിന് പങ്കിടാൻ തുടങ്ങുകയാണ്. ഈ ദൃശ്യമായി കാണുന്ന ബേക്കറിയിൽ ഉണ്ടാക്കിയ ബ്രെഡിൻ്റെയും മുന്തിരിച്ചാറിൻ്റെയും പുറകിൽ അദൃശ്യമായ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് പറയുന്നു. വളരെ മുന്നറിയിപ്പോടെ പറയുകയാണ്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ഇത് ബ്ലസ്സിംഗ് ആണ്, ഇത് അനുഗ്രഹമാണ്. 11-ാം അധ്യായത്തിൽ പറയുന്നു, ഇത് ശിക്ഷാവിധിക്ക് ഹേതുവാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ ശിക്ഷാവിധി, കണ്ടംനേഷൻ വ്യാപരിക്കുന്നു. അനുഗ്രഹം ശിക്ഷാവിധി. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി ശ്രദ്ധിച്ചാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൽ താൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ചാട്ടയും മുഖപ്പട്ടയും ഉപയോഗിച്ച് ഒരു കുതിരയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിലെ ഇച്ഛകളെ ഞാൻ ദണ്ഡന ഭാവത്തോടെ നിയന്ത്രിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ തള്ളപ്പെട്ടു പോകും. അഡോക്കിമോസ് എന്ന മൂലഭാഷ പുച്ഛത്തോടെ വലിച്ചെറിയപ്പെടുക എന്ന അർത്ഥത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുവിനെ പുച്ഛത്തോടെ വലിച്ചെറിയുന്നത് പോലെ
ഞാൻ കർത്തൃസന്നിധിയിൽ തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് എൻ്റെ ജഡവികാരങ്ങളെ ഞാൻ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശയോട് ചേർന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്ത പ്രയോഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയാമോ? എന്താ എഴുതിയിരിക്കുന്നത്? അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എൻ്റെ ചോദ്യം ഇതാണ്, മിക്ക പേർ എത്ര പേരുണ്ടായിരുന്നു? ഹലോ, മിക്ക പേർ എത്ര പേരുണ്ടായിരുന്നു? 30 ലക്ഷം പേരാണ് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ 29,998 മിക്ക പേരായിരുന്നു. പലപ്പോഴും ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകളെ കാണുമ്പോൾ ഒരു അസാധാരണമായ മനോവേദന, അത് ഇന്നത്തെ തലമുറയിൽ പലർക്കും ഉണ്ടാകാറില്ല. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ ഈ വചന ശുശ്രൂഷ ആരംഭിച്ചതാണ്. എൻ്റെ 19-ാമത്തെ വയസ്സിൽ കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കാൻ കയറിയതാണ്. എൻ്റെ 20-ാമത്തെ വയസ്സിൽ ഞാനൊരു സഭാ ശുശ്രൂഷകനായതാണ്. 56 വയസ്സിൽ എത്തി നിൽക്കുന്ന ഞാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ റാന്നി ടൗൺ ചർച്ചിൽ ഞാൻ ജനിച്ചു വളർന്ന ഇടത്ത് 30ഓളം സഭകളുടെ നേതൃത്വവും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ 28 വർഷത്തോളം ഞാൻ തന്നെ പണിതുകൊണ്ടുവന്ന സഭയും ആയതുകൊണ്ട് ആത്മബന്ധമുള്ള ഒരു വലിയ പറ്റം ദൈവമക്കളുടെ നടുവിൽ നിന്ന് ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ദൈവവചനത്തിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാടുകളെക്കാൾ മനഃശാസ്ത്രപരമായൊരു സമീപനത്തിലേക്ക് ഒട്ടുമിക്ക ശുശ്രൂഷകന്മാർ മാറിക്കഴിഞ്ഞു. സ്തോത്രം, ദുഃഖത്തോടെ പറയാം. കാരണം എൻ്റെ മുൻപിലിരിക്കുന്ന ജനത്തെ കർണരസമാകുമാർ പ്രലോഭിപ്പിക്കുക എന്ന ഒരു വൈകാരികത എൻ്റെ കൂടെ ആവശ്യമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിലെത്തണം എന്ന ചങ്കോടടുത്ത ആത്മഭാരത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഏറ്റവും ഗൗരവത്തോടെ ശ്രദ്ധിക്കുക, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ചില ആളുകൾ പറയാറുണ്ട്, സ്തോത്രം, അവരുടെ കാലിലെ ചെരുപ്പ് പഴകിയില്ല, അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, അത്രയും സ്ഥലത്ത് സ്ക്വയർ ഫീറ്റ് എത്രയുണ്ടോ അത്രയും ഭാഗം ദൈവം എയർ കണ്ടീഷനായി നൽകി. അവർക്ക് മന്ന ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പൊഴിച്ചു കൊടുത്തു. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ സദസ്സ് വല്ലാത്ത ഒരു വൈകാരികതയിൽ എത്തിച്ചേരാറുണ്ട്. എന്നാൽ ഒരു വസ്തുതയുടെ അടിവരയിട്ട് കേട്ടുകൊള്ളുക, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും 29,99,998 ശവമടക്ക് കഴിഞ്ഞു. ചെറിയ കാര്യമല്ല, ഭയത്തോടെ കേൾക്കണം. എന്നിട്ട് പറയുകയാണ്, സഹോദരന്മാരെ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അതിൻ്റെ അർത്ഥം ദൈവസഭയുടെ പുറകിൽ അനുഗ്രഹത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. അടുത്തത്, സ്തോത്രം, നാം നുറുക്കുന്ന അപ്പം, നാം ദൈവത്തിന് ക്രോധം ജനിപ്പിക്കുന്നവനോ, നാം അവനേക്കാൾ ബലവാന്മാരോ? അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ മേശയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരിക. കർത്താവിൻ്റെ മേശയോട് പങ്കെടുക്കുമ്പോൾ ഈ കാണുന്ന അപ്പവീഞ്ഞുകളുടെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. ദൃശ്യ വസ്തുവിൻ്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുമോ? നമുക്കറിയാം, പഴയ നിയമത്തിൽ സുഗന്ധലവംഗവും ഒലിവെണ്ണയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന തൈലക്കാരൻ്റെ വിദ്യപ്രകാരമുള്ള അഭിഷേക തൈലമുണ്ട്. ആ അഭിഷേക തൈലത്തിൻ്റെ കൂട്ടിൽ ഇതുപോലെ മറ്റൊന്നുണ്ടാക്കുകയോ അന്യന്റെ ദേഹത്തൊഴിക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം. ഞാൻ ചോദിക്കട്ടെ,
എന്താണ് ഈ വഴനത്തൊലിയുടെയും ഒലിവെണ്ണയുടെയും ശക്തി? അങ്ങാടി മരുന്നല്ലേ അത്. പക്ഷേ അത് തൈലക്കാരന്റെ വിദ്യയിൽ ദൈവവ്യവസ്ഥ പ്രകാരം കൂട്ടായി മാറിക്കഴിയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ തൈലം, അഭിഷേക തൈലം കൊമ്പിൽ നിറച്ചുകൊണ്ട് ഒരു പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ അവന്റെ കൈകളിലേക്ക് അഭിഷേക തൈലത്തിന്റെ കൊമ്പുയർത്തിയപ്പോൾ സാധാരണ എണ്ണയല്ലത്, അതിൽ നിന്ന് പുറപ്പെടുന്ന തുള്ളി തുള്ളിയായ തൈലം അവന്റെ ശരീരത്തിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ അവന്റെ ഉള്ളിൽ വ്യാപരിപ്പാൻ കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ അകത്തേക്ക് ബലത്തോടെ വ്യാപരിക്കുകയാണ്. ദൃശ്യ വസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നു. ഭാര്യയോട്, ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടിയ സ്ത്രീയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് സംഖ്യാപുസ്തകത്തിൽ പ്രയോഗമുണ്ട്. അവളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് യാഗപീഠത്തിന്റെ ചാരം കലർത്തിയ മിശ്രിതം ഒരു മൺപാത്രത്തിൽ പ്രതിജ്ഞയോടെ കുടിപ്പിക്കണം. അവൾ അവിശ്വസ്തയെങ്കിൽ ബലഹീനയായി മരിക്കും, വിശ്വസ്തയെങ്കിൽ അവൾക്കൊരു ദോഷവും സംഭവിക്കയില്ല. ഞാൻ ചോദിക്കുന്നു, ഈ ചാരമിശ്രിതത്തിന് എന്താ ശക്തി? ചാരമിശ്രിതത്തിന് പ്രത്യേക ശക്തിയൊന്നുമില്ല. പക്ഷേ ആ ചാരമിശ്രിതത്തിന്റെ പുറകിൽ അവളിലേക്ക് കടന്നു വരാൻ കാത്തു നിൽക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയട്ടെ, ചില മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ നടക്കാൻ തുടങ്ങുന്ന ഒരു പ്രതിഭാസം. കർത്താവിന്റെ ദാസന്റെ കരങ്ങളിൽ ഈ അപ്പവീഞ്ഞുകൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ തുടങ്ങുന്നു. ഇത് ബേക്കറിയിൽ ഉണ്ടാക്കിയ മുന്തിരിച്ചാറും ബ്രെഡുമെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ട്. വിശുദ്ധിയോടെ ഇത് കരം നീട്ടി അനുഭവിക്കുന്ന ഒരു ദൈവവൈതലുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് ഇത് അനുഗ്രഹത്തിൻ്റെ ശക്തിയായി വ്യാപരിക്കും. എന്നാൽ വിശുദ്ധി കൂടാതെ ഇതിലേക്ക് കരം നീട്ടിയാൽ ഇതിൻ്റെ പുറകിൽ ശിക്ഷാവിധിയുടെ ശക്തി വ്യാപരിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബം അനുഗ്രഹത്തിൻ്റെ കീഴിലാകണം, എൻ്റെ കുടുംബം ശിക്ഷാവിധിയുടെ കീഴിലാകരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ വലതുകരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്, യെസ്, ശബ്ദമുയരട്ടെ. കർത്താവിൻ്റെ മേശയുടെ മുൻപിൽ നിങ്ങൾ കരങ്ങൾ നീട്ടാൻ തുടങ്ങുകയാണ്. ഒരു ബയോപ്സി റിപ്പോർട്ട് മതി നമ്മുടെ ജീവിതത്തിൻ്റെ താളം തകരാൻ. നമ്മുടെ കണ്ണൊന്ന് ഡ്രൈവിങ്ങിൽ അടഞ്ഞു പോയാൽ മതി അപകടം ആരംഭിക്കാൻ. എന്നാൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവശക്തിയുടെ കനത്ത വ്യാപാരം നമ്മുടെ ശരീരത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ചില രോഗത്തിൻ്റെ ബന്ധനങ്ങളെപ്പോലും അഴിച്ചു മാറ്റിക്കൊണ്ട് അസാധാരണ ദൈവപ്രവൃത്തിയായി ഈ ശരീരത്ത് പ്രതിഫലിക്കും എന്ന ബോധ്യമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് വേണം ഈ വിശുദ്ധ മേശയിൽ കൈനീട്ടാൻ. ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ആത്മനിയോഗത്തോടെ പറയുന്നു, നിന്റെ അധരം വാഗ്ദത്തം പറഞ്ഞ് ചലിക്കുന്ന പകലായി തീരണം. നിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന ഈ അപ്പവീഞ്ഞുകൾ ശരീരത്തിൻ്റെ സിരകളിൽ വിടുതലായി വ്യാപരിക്കുന്നത് ഇന്ന് 12 മണിക്കല്ല, ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സമയത്തായിരിക്കണം. നീ പറന്നുയരുവാൻ അനുവദിക്കാതെ നിന്റെ ശരീരത്തെ കൂച്ചുവിലങ്ങിട്ട് നിന്റെ മൺശരീരത്തെ ബലഹീനമാക്കുന്ന ചില രോഗത്തിൻ്റെ കെട്ടുകൾ ഈ വചനത്തിൻ്റെ വ്യാപാര ശക്തിക്ക് മുൻപിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറാൻ കൊതിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ബലഹീനതകൾ അഴിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവശക്തിക്ക് മുൻപിൽ എൻ്റെ ജീവിത പാത്രത്തെ ഞാൻ തുറന്നു വയ്ക്കുകയാണ്. നീ മുൻപോട്ട് പറക്കാൻ അനുവദിക്കാതെ, നിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ കൈപ്പിടിയിലെത്താൻ അനുവദിക്കാതെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി പ്രാപിക്കാൻ അനുവദിക്കാതെ, അർഹിക്കുന്ന ആരോഗ്യം ശരീരത്തിൽ പ്രതിഫലിക്കാൻ അനുവദിക്കാതെ, സിരകളെ ബലഹീനമാക്കി ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ നിന്റെ ജീവിത പടകിനെ അടുപ്പിക്കാൻ സമ്മതിക്കാതെ അടിച്ചുയരുന്ന ചില കൊടുങ്കാറ്റുകളെ ബന്ധിച്ചുകൊണ്ട് ഇതുവരെ വ്യാപരിക്കാത്ത ഒരു ദൈവിക സ്വാതന്ത്ര്യത്തിൻ്റെ ബലം ശരീരത്തിൻ്റെ കോശങ്ങളുടെ മേൽ ഈ ആരാധനയ്ക്ക് നടുവിൽ കർത്താവ് പകർന്നിട്ട് ഈ വിശുദ്ധ മേശ നിനക്കൊരു അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ ഇത് അതിൽ തന്നെ ശിക്ഷാവിധിയായി മാറാതിരിക്കത്തക്ക വിധം ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഒരുക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ഇത് കേവലം ഒരു ചടങ്ങല്ല, ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. അത് ചില വിടുതലുകൾ ചെയ്യാൻ ശക്തമാണ്. ഈ അപ്പവീഞ്ഞുകൾ ദൃശ്യമാണെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തി വ്യാപരിക്കുന്നു. ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവം കൂടി ചോദിക്കട്ടെ, അപ്പോ
അദൃശ്യ ശക്തി അങ്ങനെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അധികം വരുന്ന അപ്പവീഞ്ഞുകൾ എവിടെയെങ്കിലും പോയാൽ കിടന്നാൽ അവിടെ ശക്തി വ്യാപരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ കോശങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയല്ല, ഇതിൻ്റെ പ്രതിനിധീകരണത്തിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. അനുഗ്രഹം, ശിക്ഷാവിധി, ഈ രണ്ട് പ്രയോഗങ്ങൾ മറക്കരുത്. ഞാൻ എന്ത് പറഞ്ഞു എന്ന് പറയാം. നിങ്ങൾ നാട്ടിൽ ചെന്ന് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം കൊണ്ട് അല്പം പച്ചത്തുണിയും അല്പം കാവിത്തുണിയും അല്പം വെള്ളത്തുണിയും കൂടെ വാങ്ങിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു തയ്യൽക്കാരനെ കൊണ്ട് ഭാരത പതാക ഒന്ന് അടിച്ചു രൂപപ്പെടുത്തി അതിന് നടുക്കത്തെ അശോകചക്രത്തിൻ്റെ ആരക്കാലുകളും കൂടെ വരച്ച് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ ചെന്ന് പോലീസുകാർ നോക്കി നിൽക്കേ ഇതൊന്ന് ചവിട്ടി കീറി കാണിക്കാവൂ. അങ്ങനെ ചെയ്യാൻ തൻ്റെ ഇടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ ഒന്ന് കണ്ടാച്ചേ പോകാവൂ. സ്തോത്രം. നിങ്ങളുടെ കഞ്ഞികുടി കമ്പിയഴിക്കകത്താവും. നിങ്ങൾ പറയുകയാണെന്നിരിക്കട്ടെ, എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം കൊണ്ട് ഞാൻ വാങ്ങിച്ച തുണി, ഞാൻ വരച്ച ആരക്കാര്, ചോദിക്കാൻ ആരാടാ? പ്രിയപ്പെട്ടവരെ, നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം കൊണ്ട് വാങ്ങിച്ച തുണിയാണെങ്കിലും അത് സാധാരണ പതാകയല്ല, അത് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പതാകയാണ്. പ്രതിനിധീകരിക്കുന്ന വിഷയത്തോട് കാണിക്കുന്ന അനാസ്ഥ ഇവിടുത്തെ രാജ്യം നിന്നെ പ്രതിക്കൂട്ടിലാക്കി അഴിയെണ്ണിക്കുമെങ്കിൽ ഇന്ന് പകൽ അപ്പവീഞ്ഞുകൾ കൈകളിലെടുക്കുന്നത് വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണമല്ല, തൻ്റെ പുത്രൻ്റെ കാൽവറി ബലിമരണത്തിൻ്റെ ധ്യാനമാണ്. ആ രംഗത്തോട് നീ കാട്ടുന്ന അനാസ്ഥയുടെ മുൻപിൽ സ്വർഗത്തിൻ്റെ ജുഡീഷ്യറി അതിൻ്റെ മേൽ നടപടിയെടുക്കും എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഈ വിശുദ്ധ മേശയ്ക്ക് മുൻപിൽ പറയണം, എൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഈ അപ്പവീഞ്ഞുങ്ങളുടെ പുറകിൽ അനുഗ്രഹത്തിൻ്റെയും ശിക്ഷാവിധിയുടെയും ശക്തി വ്യാപരിക്കുന്നു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാമോ? എൻ്റെ മേൽ വരരുത് ശിക്ഷാവിധിയുടെ ശക്തി, എൻ്റെ മേൽ വളർന്നു വരണം അനുഗ്രഹത്തിൻ്റെ ശക്തി. വലത് കരങ്ങൾ ഉയരട്ടെ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ ശബ്ദം ഉയരട്ടെ. എല്ലാവരും ശബ്ദം ഉയർത്തി ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറന്നിട്ട് നിങ്ങളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് ശബ്ദം ഉയർത്തിയെന്ന് ആത്മാവിൽ പറയണം, എൻ്റെ മേൽ വരരുത് ശിക്ഷാവിധിയുടെ ശക്തി. യെസ് യെസ്, പറഞ്ഞാട്ടെ. എൻ്റെ മേൽ കടന്നു വരരുത് ശിക്ഷാവിധിയുടെ ശക്തി, എൻ്റെ മേൽ കടന്നു വരണം അനുഗ്രഹത്തിൻ്റെ ശക്തി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമൂഹത്തിന് നടുവിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ ദൈവിക വിടുതലിൻ്റെ ചൈതന്യം. പ്രാർത്ഥിക്കുന്ന നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ വാദിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്ന് ബലത്തോടെ ചലിക്കുകയാണ്. ഇന്ന് പകൽ ഇത് അതിന്മേൽ ജയമെടുക്കട്ടെ. കർത്താവ് ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന ഈ സദസ്സിനെ ചൂണ്ടിക്കൊണ്ട് ഒരാലോചന വിളിച്ചു പറയുന്നു. നിന്റെ കുടുംബത്തിൻ്റെ പുറകിൽ ഈ രണ്ട് ശക്തികൾ നിലകൊള്ളുന്നുണ്ട്. അതിന്മേൽ അനുഗ്രഹത്തിൻ്റെ ശക്തി മാത്രം എൻ്റെ കുടുംബത്തിന്മേൽ ആധിപത്യം പുലർത്തണം. ശിക്ഷാവിധിയുടെ ശക്തി എൻ്റെ കുടുംബത്തിന്മേൽ കടന്നു വരരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇതൊരു സാധാരണ സഭായോഗമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ കർത്താവിൻ്റെ കരം നിങ്ങളുടെ വിഷയത്തെ തൊടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബങ്ങളെ മൂടാപ്പ് പോലെ വ്യാപരിച്ച് ഒരു മേഘം പോലെ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുന്ന ചില വാദഗതികളുടെ ബന്ധനങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപ് ഈ വചന ശുശ്രൂഷയിൽ ചില വീടുകളുടെ മേൽ വ്യാപരിക്കുന്ന ആ ഇരുളിൻ്റെ മേഘപടലങ്ങൾ ആത്മമണ്ഡലത്തിൽ അഴിഞ്ഞു മാറിയിട്ട് ചില കുടുംബങ്ങൾക്കകത്തേക്ക് അനുഗ്രഹത്തിൻ്റെ ശക്തി അസാധാരണമായി പ്രവഹിക്കേണ്ടതിന് സ്വന്തം ജീവിതത്തെ വിലയിരുത്താൻ ദൈവാത്മാവ് ഇന്ന് പകൽ ഈ ശുശ്രൂഷയ്ക്ക് മുൻപിൽ വിളിക്കുകയാണ്. ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എൻ്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹത്തിൻ്റെ ശക്തിയെ വ്യാപരിക്കാവൂ. എൻ്റെ കുടുംബത്തിനകത്ത് ശിക്ഷാവിധിയുടെ ശക്തി വ്യാപരിക്കരുത്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ ശക്തി, ശിക്ഷാവിധിയുടെ ശക്തി. ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് പകൽ ഓർക്കേണ്ട വളരെ ഗൗരവമായൊരു ചിന്ത ഞാൻ പറയാം. അനുഗ്രഹത്തിൻ്റെ ശക്തിയും ശിക്ഷാവിധിയുടെ ശക്തിയും യാഥാർത്ഥ്യമാണ്. ഇത്
ഏതൻ പൂങ്കാവനം മുതൽ മനുഷ്യകുലത്തെ പിന്തുടരുന്ന പവറാണ്. നിങ്ങൾക്കറിയാമോ, ഉൽപ്പത്തിയുടെ ആദ്യ പേജുകളിൽ ശാപം എന്ന് ഉച്ചരിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ ഇനി ഒരു ശാപവും ഉണ്ടാകയില്ല എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. അതിൻ്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അനുഗ്രഹവും ശിക്ഷാവിധിയും മനുഷ്യകുലത്തിൽ ആധിപത്യം പുലർത്തുന്നുണ്ട്. അത് എൻ്റെ കുടുംബത്തിൽ ആധിപത്യം പുലർത്തരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനാപൂർവം കേൾക്കുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ശിക്ഷാവിധിയുടെ ശക്തി ഒഴിയുകയും അനുഗ്രഹത്തിൻ്റെ ശക്തി ആധിപത്യം പുലർത്തുകയും ചെയ്യുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ 1, 2, 3 എന്ന നിലയിൽ അക്കമിട്ട് പറയാം. 1, നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ ശക്തിയെ വരാവൂ. നിങ്ങളുടെ കുടുംബത്തിൽ ശിക്ഷാവിധിയുടെ ശക്തി വരരുത്. അങ്ങനെ ആകണമെങ്കിൽ 1, ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ വെച്ച് അധികാര സ്ഥാനത്തോട് നിങ്ങൾ വിധേയത്വം പുലർത്തുക. 2, ദൈവത്തിൻ്റേത് അപഹരിക്കൽ, മോഷണം, കള്ളസത്യം, തെറ്റായ വരുമാന മാർഗങ്ങൾ ഇവ നിങ്ങളുടെ വീട്ടിലെത്താൻ അനുവദിക്കാതിരിക്കുക. 3, വിശുദ്ധമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പുകൾ കാറ്റു വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 4, അന്യാരാധനയോടും അന്യപൂജകളോടും ഭാവി ഫലം അറിയാൻ പോലും ബന്ധം പുലർത്താതിരിക്കുക. അല്ലെങ്കിൽ അത് അതിഥിയായി നിങ്ങളുടെ വീട്ടിൽ നാളെ ആ സ്പിരിറ്റ് അധികാരിയാകും. ഞാൻ വളരെ ഗൗരവമായി പറയുന്ന ഈ വിഷയം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നൽകിയ നിയോഗത്തിൽ പങ്കുവയ്ക്കുന്നു. 1, നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം വേണോ? നിങ്ങളുടെ ഭവനത്തിൽ ശിക്ഷാവിധി ഒഴിയണോ? ഇതിന് നടുവിൽ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മണിക്കൂറുകൾ വിശകലനം ചെയ്യണം. ശിക്ഷാവിധി യാഥാർത്ഥ്യമാണ്. അതൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഗൗരവമേറിയതാണ്. എത്രയോ തെളിവുകൾ ഞാൻ അവതരിപ്പിക്കാം. വർത്തമാന കാലത്ത് ഒരു വ്യക്തിയുടെ തെറ്റുകൾക്ക് വർത്തമാനകാല ശിക്ഷയുണ്ടോ? ഭാവികാല ശിക്ഷ എന്ന് പറയുന്ന ന്യായവിധിയുണ്ട്, യാഥാർത്ഥ്യമാണ്, അന്ത്യന്യായവിധി. പക്ഷേ ഒരു വ്യക്തിയുടെ ചെയ്തികൾക്കും തെറ്റുകൾക്കും, ഒരു ഭക്തന്റെ തെറ്റുകൾക്ക് വർത്തമാനകാലത്ത് ശിക്ഷാവിധി ഉണ്ടോ? സ്തോത്രം. വർത്തമാനകാലത്ത് ശിക്ഷാവിധി ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന വചനം നാം വായിച്ചു കേട്ടു. അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്ന് പറഞ്ഞാൽ ബലഹീനതയിൽ തുടങ്ങും, രോഗത്തിൽ തുടരും, മരണത്തിലെത്തും, കല്ലറ പോകും. ദൈവത്തിന്റെ കലണ്ടറിൽ എനിക്കും നിനക്കും വെച്ചിരിക്കുന്ന സമയ ഘടികാരത്തിന് മുൻപ് സെമിത്തേരിയിൽ എത്തിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു വിരുദ്ധ ശക്തി വിശുദ്ധി കൂടാതെ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന്റെ പുറകിൽ വ്യാപരിക്കുന്നു. ഹലോ, ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അല്പം നടുക്കത്തോടെ ആകാം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. യാഥാർത്ഥ്യം ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധി കൂടാതെ കർത്തൃമേശയിൽ കൈനീട്ടിയാൽ പിന്നെ ഒരു വിഷയം ഞാൻ എക്സ്ക്യൂസ് ചെയ്ത് ക്ഷമ ചോദിച്ചോട് പറയുന്നു. നിത്യ നരകത്തിന് വേണ്ടി വേർതിരിച്ചു വെച്ചിരിക്കുന്നവർക്ക് ബാലശിക്ഷയില്ല. സ്തോത്രം. ചില ആൾക്കാർ പറയാറുണ്ട്, പാസ്റ്ററേ, ഇവിടെ എത്ര നാളായി ഞാനിത് എടുത്തുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കൊന്ന് പുകയ്ക്കും, ഇടയ്ക്കൊന്ന് കുടിക്കും, ഇവിടെ ഉണ്ടെന്നല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ തൂക്കിക്കൊല്ലാൻ ഗവൺമെന്റ് തീരുമാനിച്ചാൽ പിന്നെ ജയിൽ പീഡനമില്ല.
സ്തോത്രം. എല്ലാം സാധിച്ചിട്ടും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയുന്ന ആളുകൾ ചിന്തിച്ചു കൊള്ളുക, തമ്പുരാൻ നിത്യ നരകത്തിനായി മാറ്റിവെച്ചു കഴിഞ്ഞു. പിന്നെ ജയിൽ ശിക്ഷയുണ്ടാകില്ല. എന്നാൽ നിന്നെ നിത്യതയ്ക്കായി സ്വർഗം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ബാലശിക്ഷയുണ്ടായിരിക്കും. ഇനി ആ ബാലശിക്ഷ എവിടെ വരെ പോകും? ആ ബാലശിക്ഷ എവിടെ വരെ പോകും? ഹലോ, ബാലശിക്ഷ എവിടെ വരെ പോകും? അനന്യ സഫീറമാർക്ക് എവിടെ വരെ പോയോ അവിടെ വരെ പോകും. അനന്യ സഫീറമാരുടെ ബാലശിക്ഷ സെമിത്തേരി വരെ പോയി. അങ്ങനെയാണെങ്കിൽ ഭയത്തോടെ കേൾക്കണം, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഞാൻ ചോദിക്കട്ടെ, അക്കമിട്ട് പറയാം, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യാക്കോബ് അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച പഴയ നിയമത്തിൽ കാണാം. അല്പം കുറച്ച് കഴിഞ്ഞപ്പോൾ 7 വർഷം ലാബാന്റെ വീട്ടിൽ 7 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കല്യാണം നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. രാത്രി കല്യാണമാണ്. നേരം വെളുത്തപ്പോഴാണ് മനസ്സിലായത് ഉദ്ദേശിച്ച പെങ്കൊച്ചല്ല മുറിക്കകത്ത് വന്നെന്ന്. കണ്ണ് കാണാൻ വയ്യാത്ത അപ്പനെ കണ്ണ് കാണാൻ വയ്യാത്ത കാലത്ത് കളിപ്പിച്ചിട്ട് പോന്ന പുള്ളിയെ കണ്ണ് കാണുന്ന കാലത്ത് അമ്മായിയപ്പൻ കളിപ്പിച്ചു. ഇനിയും വനത്തിൽ നിന്ന് പിള്ളേരെല്ലാം കൂടെ കയറി വന്നപ്പോ ഒരു പൊതിക്കെട്ടും കൊണ്ടാ വന്നത്. അപ്പ ഇത് അപ്പന്റെ വാർദ്ധക്യത്തിലെ വാത്സല്യ പുത്രൻ്റെതാണോ എന്ന് നോക്കിക്കേ. അയ്യോ, ഒരപ്പൻ എങ്ങനെ സഹിക്കും? ഇടനെഞ്ചു പൊട്ടി അലറി. തന്റെ കുഞ്ഞിന്റെ വസ്ത്രം മൃഗം കടിച്ചു കീറിയ നിലയിൽ ചോരയിൽ പൊതിഞ്ഞു കിട്ടിയപ്പോൾ ഒരപ്പൻ സഹിക്കുമോ? പക്ഷെ കളിപ്പിക്കലായിരുന്നു. 30 കൊല്ലം മുമ്പ് നീ നിന്റെ അപ്പനെ കളിപ്പിച്ചു. ഇന്ന് നിന്റെ മക്കൾ നിന്റെ കണ്ണ് കാണുമ്പോൾ തന്നെ നിന്നെ തിരിച്ചു കളിപ്പിക്കുന്നു. ഇത് വിതച്ചത് കൊയ്യുന്ന പണിയാ. ഞാൻ ഈ വചനം വിശദീകരിക്കുമ്പോൾ തന്നെ ചോദിക്കട്ടെ, ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി കഴുകുമരം ഒരുക്കിയപ്പോൾ അവൻ പ്ലാൻ ചെയ്തത് മൊർദെഖായിയുടെ കഴുത്തായിരിക്കും കഴുകുമരത്തിൽ കയറുന്നതെന്നാണ്. സാധാരണ നിലയിൽ ഒരാളിനെ തൂക്കാൻ 10 മുഴം ഉയരത്തുള്ള കഴുകുമരം മതി. എന്നാൽ ഇവിടെ 50 മുഴം ഉയരത്തിൽ കഴുകുമരം ഉണ്ടാക്കാൻ കാരണം എന്താണ് എന്ന് ഹാമാനോട് ചോദിച്ചാൽ ഹാമാൻ പറയും, ഇവൻ തൂങ്ങിക്കിടന്ന് ആടുന്നത് നാട് മുഴുവൻ കാണണം. പക്ഷേ നിനക്ക് കഴുകുമരം ഉണ്ടാക്കാനേ പറ്റൂ. ഏത് കഴുത്ത് വേണം അതിൽ കുരുങ്ങുന്നതെന്ന് തീരുമാനിക്കുന്നത് നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. ഓർക്കുക, നീ ഉണ്ടാക്കിയ കഴുകുമരം നിന്റെ കഴുത്തിലേക്ക് തിരിച്ചു തിരിയാൻ കാരണം എൻ്റെ ദൈവം വിതയ്ക്കുന്നത് കൊയ്യാൻ അനുവദിക്കുന്ന ദൈവമാണ്. അബിമേലേക്ക് യെരുബാലിന്റെ 70 മക്കളെ ഒരു കല്ലിൽ വെച്ച് കൊന്നു. നിങ്ങൾക്കറിയാമോ? യോഥാം രക്ഷപ്പെട്ടു. 69 പേർ കൊല്ലപ്പെട്ടത് ഒരു കല്ലിന്റെ പുറത്ത് വെച്ചാണ്. കല്ലിൽ വെച്ച് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോ യോഥാം രക്ഷപ്പെട്ടെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു മതിൽക്കെട്ടിനോട് ചേർന്ന് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നും ഒരു സ്ത്രീ ഒരു തിരികല്ലിൻ പിള്ളയെടുത്ത് അദ്ദേഹത്തിന്റെ തലയിലേക്കിട്ടു. തല തകർന്ന് ചോരയിൽ കുളിച്ച് നിലത്ത് വീണപ്പോൾ ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നീ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞ് മരണം ഏറ്റുവാങ്ങുമ്പോൾ ഈ മരണത്തിന് കല്ലും വാളും തിരിച്ച് തിരിയാൻ കാരണമെന്തെന്നറിയാമോ? ചില വർഷങ്ങൾക്ക് പുറകിൽ സാധുവിൻ്റെ മേൽ ഉപയോഗിച്ചത് കല്ലും വാളുമാണെങ്കിൽ തിരിച്ച് കല്ലും വാളും തിരിച്ച് തിരിയത്തക്ക വിധത്തിൽ ഒരു ചക്രം ഇതിനകത്ത് തിരിയുന്നുണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ വലതുകരം ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞ്, കർത്താവേ, എൻ്റെ പ്രവൃത്തി എൻ്റെ തലയ്ക്ക് മുകളിൽ തിരിച്ച് തിരിയാതിരിപ്പാൻ, എൻ്റെ കുടുംബം അനുഗ്രഹത്തിൻ്റെ നിഴലിൽ മാത്രമാകാൻ നിന്റെ കരങ്ങളിൽ കൈമാറുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു, സ്വർഗം ഒരു ഓപ്പറേഷൻ ഇതിനകത്ത് നടത്താൻ തുടങ്ങുകയാണ്. ആ കരങ്ങൾ ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹം മാത്രമേ വ്യാപരിക്കാവൂ, കൂടെ പറ
ഉറപ്പേ, നിന്റെ കുടുംബത്തിനകത്ത് ശാപം വ്യാപരിക്കാൻ പാടില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സദസ്സിനകത്ത് ദൈവാനുഗ്രഹം മാത്രം പകരപ്പെടട്ടെ. ചില വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ബന്ധനങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകലത്തെ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അന്തർകരണങ്ങളിൽ നിയോഗം തന്നത് ഇവിടെയാണ്. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ചില കെട്ടുകളെ കർത്താവ് അഴിക്കുന്ന പകലാണ്. ചില കുടുംബങ്ങൾക്കകത്ത് ആധിപത്യം പുലർത്തുന്ന ബന്ധനങ്ങളുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ജാഗരിക്കണം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹം മാത്രമേ വ്യാപരിക്കാവൂ. എൻ്റെ കുടുംബത്തിനകത്ത് ശിക്ഷാവിധി വ്യാപരിപ്പാൻ പാടില്ല. അനുഗ്രഹവും ശിക്ഷാവിധിയും. നിങ്ങൾക്കറിയാമോ, അനുഗ്രഹത്തിൻ്റെയും ശിക്ഷാവിധിയുടെയും അതിപ്രധാനപ്പെട്ട 4 കവാടങ്ങളാണ് ഞാൻ മുൻപേ ഓർപ്പിച്ചത്. ഒരു കുടുംബത്തിനകത്ത് ദൈവം അധികാരസ്ഥാനം ആക്കിയിരിക്കുന്നു. പലപ്പോഴും കുടുംബ തകർച്ച വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ക്രൈസ്തവ സമൂഹങ്ങളുടെ കുടുംബ തകർച്ചയുടെ പതനത്തെക്കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം വെച്ച അധികാര സ്ഥാനത്തോടുള്ള നിങ്ങളുടെ വിധേയത്വം നിമിത്തം നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം വരാനും, അല്ല വിപരീത ഫലമുള്ളവായാൽ നിങ്ങളുടെ കുടുംബത്തിൽ ശിക്ഷാവിധി വരാനുമുള്ള സാധ്യത ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിലെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 6-ാം അധ്യായം ഇത് കുടുംബത്തിന് അനുഗ്രഹത്തിൽ വിധേയത്വത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇതിൽ ദൈവം കുടുംബത്തിനകത്ത് വെച്ചിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 5:22, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മക്കളെ നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പീൻ. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിന്റെ ക്രമം നിങ്ങളുടെ വീട്ടിൽ തെറ്റിയാൽ, ചെവി തുറന്ന് കേൾക്കണേ, ഈ കുടുംബത്തിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുന്ന മക്കൾ, ഭർത്താവിന് കീഴ്പ്പെടുന്ന ഭാര്യ. സ്തോത്രം. ഈ ഒരു ക്രമം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ഈ ക്രമം എന്ന് നിങ്ങളുടെ കുടുംബത്തിൽ തെറ്റുമോ അതിൻ്റെ പുറകിൽ അസാധാരണ പ്രത്യാഘാതമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾ സാധാരണ വാക്കുകളല്ല. ആ വാക്കുകൾ കുടുംബത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹമേ വരാവൂ, എൻ്റെ കുടുംബത്തിനകത്ത് ശിക്ഷാവിധി വരരുത് എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ പകരത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാമോ, അധികാര നിഷേധം അത് ഒരു കുടുംബത്തിൽ വരുത്തി വയ്ക്കുന്ന അനർത്ഥം ചെറുതല്ല. ദൈവത്തിന് സ്തോത്രം. അധികാര നിഷേധം ഒരു കുടുംബത്തിൽ വരുത്തി വയ്ക്കുന്ന അനർത്ഥം ചെറുതല്ല. കുടുംബ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം പഠിച്ചാൽ അധികാര നിഷേധം. ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് നിങ്ങളുടെ വിധേയത്വം നിങ്ങൾ പുലർത്തുക. മക്കൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ കൂടെയുള്ള മക്കൾ, ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? മാതാപിതാക്കൾ കൂടെയുള്ള നാട്ടിലോ ഇവിടെയോ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ള മക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കരങ്ങളൊന്ന് ഉയർത്തിക്കേ, ബോധപൂർവ്വം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങൾ കരങ്ങൾ താഴ്ത്തിക്കൂ. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കുകൾ സാധാരണ വാക്കുകളല്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കുകൾ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്ന വാക്കുകളാണ്. നിങ്ങൾക്കറിയാമോ, ഏദൻ പറുദീസയിലെ ആദ്യ പാപം ഒരു അധികാര നിഷേധമായിരുന്നു. ഈ അധികാര നിഷേധത്തിൽ നിന്നാണ് പാപങ്ങൾ പൊട്ടിമുളച്ചത് മുഴുവൻ. സ്തോത്രം. കൊച്ചുദാഹരണം പറയാം. നിങ്ങൾ വീട്ടിലോട്ട് ചെന്നു,
നാട്ടിലെ പത്തനംതിട്ടയിലോ റാന്നിയിലോ തിരുവല്ലയിലോ കോഴഞ്ചേരിയിലോ കോട്ടയത്തോ നിങ്ങൾ വീട്ടിലോട്ട് ചെന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലെ തൊഴുത്തിൽ പശു നിപ്പുണ്ട്. അമ്മ പറഞ്ഞു, മോളെ ഈ കാടിയും പുളിപ്പൊടിയും കൊണ്ടേ ആ തൊഴുത്തിൽ പശുവിനൊന്ന് വെച്ചു കൊടുത്തേച്ചു വാ എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഈ തൊഴുത്തിലോട്ട് കൊണ്ട് ഈ പശുവിന് പുളിപ്പൊടിയും പിണ്ണാക്കും വെച്ചുള്ള മിശ്രിതം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞത് പശു ഒന്ന് വായി താഴ്ത്തി നക്കിയിട്ട് തലപൊക്കി പിടിച്ചിട്ട് വർത്താനം അങ്ങ് തുടങ്ങിയിരിക്കട്ടെ. അല്ല ബിജു പാസ്റ്ററെ എപ്പോഴാ വന്നേ, എന്തുകൊണ്ട് വിശേഷമൊക്കെ, കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടിൽ ക്ഷീണമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ബിജു പാസ്റ്ററോട് പശു സംസാരിച്ചാൽ അവിടെ കാണും നിൽക്കുവോ? ഓടും. കാരണം പശു സംസാരിക്കാറില്ല. ആദ്യമായിട്ടാണ് മൃഗം സംസാരിക്കുന്നതെങ്കിൽ കേൾക്കാൻ നിൽക്കില്ല. ഏദൻ പറുദീസയുടെ കവാടത്തിൽ ഹൗവ അമ്മച്ചി പാമ്പുമായി സംസാരിക്കുന്ന സമയം ആദ്യമായിട്ടാണ് പാമ്പ് സംസാരിച്ചതെങ്കിൽ അമ്മച്ചി അവിടെ നിന്ന് പാമ്പിനോട് മറുപടി പറയുമായിരുന്നു? ഇല്ല. മൃഗജാലങ്ങൾക്ക് വീഴ്ച പറ്റുന്നതിന് മുൻപ് മനുഷ്യകുലവുമായി സംസാരിപ്പാൻ ആശയവിനിമയത്തിന്റെ ശേഷിയുണ്ടായിരുന്നു എന്ന് വ്യംഗ്യമാണ്, വ്യക്തമല്ല. എന്തായാലും ഞാൻ എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരിമാരൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ ഭർത്താവിന് മാത്രം അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ വിശകലനം, അല്ലറ ചില്ലറ കാര്യം നിങ്ങൾക്കറിയാം. ഒരു അന്യൻ വന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയും? ആഢ്യത്വവും മാന്യതയുമുള്ള സഹോദരിമാരാന്ന് തന്നെ പറയും. എന്നോടല്ല പറഞ്ഞത്, അച്ചായനോടാ. അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇപ്പൊ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞാൽ ഇവൻ കൂടുതൽ വിശകലനത്തിന് നിൽക്കില്ല. എന്നാൽ അച്ചായനെ മാറ്റി നിർത്തി കൊച്ചമ്മ ഒറ്റയ്ക്ക് തുടങ്ങിയ സംഭാഷണമാണ് സകല കുഴപ്പത്തിൻ്റെയും തുടക്കമായി ഏദനിൽ വന്നത്. ഏദനിൽ ഒരധികാര നിഷേധം വരുന്നു. നിങ്ങൾക്കറിയാമോ, മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം ഏറ്റവും ഗൗരവമേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങളുടെ ആയുസ്സിനെ ബാധിക്കും. ബൈബിൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ ദീർഘായുസ് മാതാപിതാക്കളുടെ ബന്ധത്തോട് ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാമോ, എല്ലാ വൃക്ഷത്തെയും വിത്തിനോട് ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ഞെട്ട് എന്നാണ് അതിൻ്റെ പേര്. മാവിനെ മാങ്ങയോട് ബന്ധിപ്പിക്കുന്ന, പ്ലാവിനെ ചക്കയോട് ബന്ധിപ്പിക്കുന്ന, തേങ്ങയെ തെങ്ങിനോട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക പോർഷനുണ്ട്. അത് ഞെട്ടാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞെട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഞെട്ടുണ്ടോ? ആദമിനും ഹവ്വയ്ക്കും ഞെട്ടില്ല. ഒരപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ജന്മം കൊള്ളാത്തത് കൊണ്ട് അവർക്ക് പുക്കൾ ചുഴി എന്ന ഞെട്ടില്ല. പക്ഷേ ആദമിനും ഹവ്വയ്ക്കും ശേഷമുള്ള മനുഷ്യകുലത്തിലെ സകല മനുഷ്യർക്കും ഞെട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ നെഞ്ചിൻ കൂടിൻ്റെ ഒരു ചാൺ താഴെ വല്ലപ്പോഴും ഒന്ന് തപ്പി നോക്കണം. അത് ഞെട്ടാണ്. ആ ഞെട്ടു പറയുന്നു, ഇത് ഈ തേങ്ങ ഞെട്ടു പറയുന്നു തെങ്ങിന്റെ ഭാഗമായിരുന്നു. ഈ മാങ്ങ ഞെട്ടു പറയുന്നു മാവിന്റെ ഭാഗമായിരുന്നു. ഈ ചക്ക ഞെട്ടു പറയുന്നു പ്ലാവിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ പുക്കൾ ചുഴി പറയുന്നു, നിങ്ങൾ മറ്റൊരു വൃക്ഷത്തിന്റെ ഭാഗമായിരുന്നു. ആ വൃക്ഷം അവരുടെ ബലഹീനതയോട് അടുക്കുന്ന ഘട്ടം വരുമ്പോ, സ്തോത്രം ഇല്ലേ, നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ കാച്ചിയ എണ്ണയുടെ മണവും ഇരിക്കുന്നിടത്തുനിന്ന് മൂത്രം വീഴുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കലിതുള്ളി കാട്ടുന്ന ഭാവം കണ്ടുകൊണ്ട് ആ വിറയ്ക്കുന്ന കൈ പൊക്കിപ്പിടിച്ച് മക്കളെ ദൈവം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അത് തലമുറകൾക്കിരിപ്പതാണെന്നും, എന്നാൽ ചുക്കിച്ചുളിഞ്ഞ ആ മുഖത്തൊന്ന് തഴുകി തലോടിയിട്ട് പപ്പ മമ്മി
ഞങ്ങൾ കൂടുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ നനയുന്ന കണ്ണുകളോടെ നിങ്ങളുടെ തലയിൽ കൈവച്ചു മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊരു വൃദ്ധൻ പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ കോടികളുടെ ആസ്തിയേക്കാൾ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. മാതാപിതാക്കളുടെ അനുഗ്രഹത്തിൻ്റെ പുറകിൽ അനുഗ്രഹത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ മാതാവ് പറഞ്ഞ കാര്യം ഓർക്കുന്നു. മോനെ, 5 മക്കളാ, 5 ആൺമക്കളാ. നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന മട്ടിലാണ് ഞാൻ വളർത്തിയത്. ഇളയ മകന് വിവാഹാലോചന വന്നപ്പോൾ എൻ്റെ മനസ്സിൽ മനോഹരമായ ആളത്വമുള്ളൊരു കുഞ്ഞിനെ വേണമെന്ന പ്രതീക്ഷയോടെ ഞാൻ നേതൃത്വം കൊടുത്തു. വിവാഹം കഴിച്ചു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഭാവം മാറി. അങ്ങനാണല്ലോ. പണ്ടൊരാൾ പറഞ്ഞു, കയറി വന്ന സമയത്ത് സ്തോത്രം ഞാൻ അവളെ സ്നേഹിച്ചു നിർത്തി. ആ സമയം എൻ്റെ മോന് ഞാൻ ശ്രീദേവിയായിരുന്നു, ഇപ്പം ഞാൻ അവന് മൂദേവിയായെന്ന്. എന്തായാലും വേണ്ടില്ല, നടന്ന സംഭവം കേൾക്കണോ? എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ ഈ സ്റ്റെയർ കേസിന്റെ മുകൾ ഭാഗത്തിരിക്കുമ്പോൾ എൻ്റെ മകൻ ഒരു ദിവസം ചാടിക്കയറി ഇങ്ങോട്ട് വന്നു. ഞാൻ ചോദിച്ചു, എന്നിട്ടാ? എൻ്റെ കഴുത്തിന് കയറി പിടിച്ചു. ആ കഴുത്തിൽ ഞെക്കിക്കൊണ്ട് അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ തരിച്ചിത് കേട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. എൻ്റെ വായിൽ നിന്ന് നാക്ക് ഒരു 3-4 ഇഞ്ച് പുറത്തേക്ക് താടി. ആ സമയത്ത് എൻ്റെ മോൻ എന്നോട് പറയുക, എന്നേ തള്ളേ, എൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞുകൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളെ പൊക്കിയെടുത്ത് ഗ്രില്ലിലൂടെ ഞാൻ പുറത്തേക്ക് എറിയും, വല്ല വണ്ടിയും കയറി ഇറങ്ങുമെന്ന് ഓർക്കണം. സ്തോത്രം. എന്നിട്ട് ഇരുത്തിയിട്ടങ്ങ് ഇറങ്ങിപ്പോയി. അടുത്ത വാചകം ഈ അമ്മ പറഞ്ഞതാണ് എൻ്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചത്. മോനെ, പാവം കുഞ്ഞാ, കോപം കയറിയപ്പം കഴുത്തിന് പിടിച്ച് ഞെക്കിയെന്നേ ഉള്ളെന്ന്. ഒരു വസ്തുത ഓർക്കുക, എല്ലാ തെറ്റും ക്ഷമിക്കുന്ന ഒരു കോടതി ഭൂമിയിലുണ്ടെങ്കിൽ പെറ്റതള്ളയുടെ ഹൃദയം മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക. ചിലതൊക്കെ കണക്ക് തീരാതിരിക്കില്ല. ചില ദിവസങ്ങൾ മുൻപോട്ട് പോയി. ഒരു ബ്രെയിൻ അറ്റാക്കിൽ ഈ അമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു. സ്തോത്രം. ദിവസങ്ങൾ പിന്നിട്ടു. വീട്ടിൽ ഏറ്റവും പുതിയ മോഡലിൽ ഒരു കാർ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നും ഷോറൂമിൽ നിന്നും എടുത്തുകൊണ്ട് മകനും ഡ്രൈവറും ഹൈവേ വഴി പാഞ്ഞു വരുമ്പോൾ ഭാര്യയോട് ചോദിച്ചു, എന്താണ് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടത്? ഞാൻ ഭക്ഷണശാലയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം, നീ ഒന്നും പാചകം ചെയ്യണ്ട. പക്ഷേ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വന്ന ആ യാത്രയിൽ ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച് ചെതറിയ ബോഡി, ആ വീടിന്റെ അടുക്കലുള്ള ഹൈവേയിൽ വെച്ച് ചിന്നിച്ചിതറിയ ഡെഡ് ബോഡി, ഒരു ഫോട്ടോ മുകളിൽ വെച്ച് പെട്ടി കയറി വരുമ്പോൾ ഞാൻ നോക്കിയപ്പോ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു വാക്കുണ്ട്, എന്നേ തള്ളേ, ഈ ഗ്രില്ലിലൂടെ ഞാൻ പുറത്തേക്കെറിയും, വല്ല വണ്ടിയും കയറി ഇറങ്ങും എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് പോയ ആ മകന്റെ വാക്കുകൾ അറം പറ്റും പോലെ ഭവിച്ചല്ലോ. ഈ ദൂത് ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബം അനുഗ്രഹത്തിന്റെ നിഴലിലേ ആകാവൂ, എൻ്റെ കുടുംബം ശാപത്തിന്റെ നിഴലിലാകരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. നിങ്ങൾ യേശുവേ എന്നൊന്ന് വാ തുറന്ന് ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിക്കണം. എല്ലാ ദൈവമക്കളുടെയും നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. എൻ്റെ കുടുംബത്തിനകത്ത് ശാപം വാഴരുത്, എൻ്റെ കുടുംബത്തിനകത്ത് അനർത്ഥം വാഴരുത്, എൻ്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഉച്ചത്തിലാകട്ടെ. ചില മിനിറ്റുകൾ കൊണ്ട് എനിക്ക് മണിക്കൂറുകൾ ഇത് പറയാനുണ്ടെങ്കിലും എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടെ നിന്ന് ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചില വീടുകളുടെ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റുന്ന പകലാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഓമന പുത്രന്റെ കരം ഈ സഭായോഗത്തിനകത്ത്
ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചില വ്യക്തികളെ തൊടാൻ ആഴത്തിൽ ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ആഴത്തിൽ വിവേചിക്കുകയാണ്. പറന്നുയരുവാൻ നിനക്ക് ചിറകുകൾ ഉണ്ടെങ്കിലും നിന്നെ പറക്കാൻ അനുവദിക്കാതെ നിന്റെ ചിറകുകളെ അരിഞ്ഞു വീഴ്ത്തുന്ന ചില അദൃശ്യ ശക്തികൾ ഇതിൻ്റെ പുറകിൽ വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്നത്തെ കർത്താവിൻ്റെ മേശ നിന്റെ മേൽ വ്യാപരിക്കുന്ന കെട്ടിനെ അഴിച്ചു മാറ്റുന്ന ഒരു ദൈവശക്തിയായി മാറണമെന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ആ പ്രവൃത്തി കർത്താവ് ഈ യോഗത്തിനകത്ത് ആരംഭിക്കുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വെച്ച അധികാര സ്ഥാനത്തോട് ഒരു നിഷേധാത്മകമായി പെരുമാറുന്ന പെരുമാറ്റം ഇന്ന് പകൽ ശൈലിയുടെ ഭാഗമാണെങ്കിൽ അതിനെ അടിവേരറുത്തു മാറ്റിയിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹം മാത്രമേ വ്യാപരിക്കാവേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ചില കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റാൻ തുടങ്ങുന്നു. യേശുവിൻ്റെ രക്തത്താൽ അതിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ആത്മാവിൽ വിവേചിക്കുന്നു. ദൈവത്തിന് ആത്മാവ് പറയുന്നു, ഈ പട്ടണത്തിൽ നീ കൈനീട്ടി ഏറ്റുവാങ്ങേണ്ട നിന്റെ കുടുംബത്തിന് ചില അനുഗ്രഹങ്ങൾ, ഈ പട്ടണത്തിൽ നിന്റെ ഭവനത്തിൽ വന്നു ചേരേണ്ട ചില നന്മയുടെ വഴികൾ, അത് നിന്റെ ഭവനത്തിൽ ഉയരുന്ന ശാപവാക്കുകൾ കൊണ്ട് മുറിച്ചു നിർത്തി ആധിപത്യം പുലർത്തുന്നെങ്കിൽ ഇന്നത്തെ ആരാധനയ്ക്കകത്ത് സ്വർഗം അതിനെ അഴിച്ചു മാറ്റിയിട്ട് നിന്റെ ഭവനത്തിനകത്ത് ഉയർന്നു നിൽക്കുന്ന ചില കാർമേഘ പടലങ്ങളെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അഴിച്ചു മാറ്റിയിട്ട് ഒരു അസാധാരണ സ്വാതന്ത്ര്യത്തിലേക്ക് നിന്നെ നടത്താൻ കൊതിക്കുകയാണ്. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ ഭവനത്തിൽ അനുഗ്രഹമല്ലാതെ എൻ്റെ ഭവനത്തിൽ ശാപത്തിൻ്റെ ശക്തി വ്യാപരിക്കരുത്. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കറിയാമോ, ശ്രദ്ധിച്ചു കേൾക്കണേ, പുറത്ത് പലപ്പോഴും നമ്മുടെ കുടുംബം അനുഗ്രഹത്തിൻ്റെ ഭാഗമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കുടുംബത്തോട് വ്യാപരിക്കുന്ന ചില ശിക്ഷാവിധിയുടെ ക്രമങ്ങളുണ്ട്. ഞാൻ വളരെ സമയം പോയി ഇവിടെ അവസാനിപ്പിക്കേണ്ട ടൈമായോട് ഞാൻ നിർബന്ധിക്കാനില്ല. ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, രണ്ട് ഭാര്യയും ഭർത്താവും എന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ ഏറ്റുമുട്ടൽ വൈകാരിക വിക്ഷുബ്ധതയുടേതാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം ഒരു ജനറേഷനെ മുഴുവൻ ബൈൻഡ് ചെയ്യുകയാണ്. അത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കരുത്. അത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഈ വിഷയത്തെ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വിശുദ്ധ മേശയിലേക്ക് കരം നീട്ടാൻ തുടങ്ങുന്നു, ഒഴിവാക്കേണ്ട അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആത്മീയതയെ ആധിപത്യം പുലർത്താവൂ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് അനാത്മീയതയെ ആധിപത്യം പുലർത്തരുത്. ഒരിക്കൽ അർദ്ധരാത്രിയായപ്പോൾ ഒരു പാസ്റ്റർ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഒരു സഹോദരിയാണ് വിളിക്കുന്നത്. വിളിക്കുന്ന സഹോദരിയുടെ ശബ്ദം ഇതാണ്: പാസ്റ്റർ, ഇവിടെ വരെ വരണം, ഞങ്ങളെ പ്രാർത്ഥിച്ചൊന്ന് രണ്ടാക്കി തരണം. ഈ വിധത്തിൽ പോകാൻ നിവർത്തിയില്ല. നിങ്ങൾക്കറിയാമോ, പാസ്റ്റർ പറഞ്ഞു, ഇതാ ഞാൻ ഓടിയെത്തിക്കഴിഞ്ഞു, പ്രാർത്ഥിച്ച് രണ്ടാക്കി തരാം. അദ്ദേഹം ഓടിച്ചെന്ന് ഉറക്ക വസ്ത്രവുമായി കാറിൽ കയറി യാത്ര ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ രണ്ടുപേരും ആക്രമണ സ്വഭാവത്തോടെ നിൽക്കുകയാണ്. ഒരാളിൻ്റെ കയ്യിൽ കുറ്റിച്ചൂല്, മറ്റേ ആളിൻ്റെ കയ്യിൽ കാശാവും മുട്ടം. രണ്ടും കൂടെ ചെറഞ്ഞടുക്കുകയാണ്. നിക്ക്, പ്രശ്നം എന്താന്ന് പറ, പരിഹാരം ഉണ്ടാക്കി തരാം. കൂടുതൽ പ്രശ്നമൊന്നുമില്ല, ഇങ്ങേരുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. യോജിപ്പിച്ചത് മാറ്റിത്തരാൻ പ്രാർത്ഥിച്ച് ശുശ്രൂഷ നടത്തിയ ആളിനെ തന്നെ വിളിച്ചതാ. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മുറിക്കകത്തോട്ട് കയറണം, ഞാൻ പറയുന്ന കാര്യം അടുത്ത 45 മിനിറ്റ് ഒന്ന് ചെയ്യണം, അത് കഴിഞ്ഞ് ഇറങ്ങി വരണം, പ്രാർത്ഥിച്ച് രണ്ടാക്കാൻ പോവുക. വേദപുസ്തകം എടുത്ത് നടുക്കോട്ട് വെച്ച് കൈകോർത്ത് പിടിച്ച് നിങ്ങൾ പുസ്തകത്തിലേക്ക് വെക്കണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, രണ്ടായി ജീവിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി. 10 മിനിറ്റ് പോയി, 20 മിനിറ്റ് പോയി, 30 മിനിറ്റ് പോയി, രണ്ടുപേരും കരയാൻ തുടങ്ങി. 40 മിനിറ്റ് എത്തുന്നതിന് മുൻപ് ഇറങ്ങി വന്ന് പാസ്റ്ററോട് പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടാകണ്ട. ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയട്ടെ, കോടതിക്ക് തീർക്കാൻ കഴിയാത്തത്, പോലീസ് സ്റ്റേഷന് തീർക്കാൻ കഴിയാത്തത്, അഡ്വക്കേറ്റിന് തീർക്കാൻ കഴിയാത്തത്, സൈക്കാട്രിസ്റ്റിന് തീർക്കാൻ കഴിയാത്തത്,
ഈ വചനത്തിന് തീർക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിനകത്ത് ആത്മീയത മാത്രമേ ആധിപത്യം പുലർത്തൂ. 2, വൈകാരിക വിക്ഷോഭം നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കാൻ അനുവദിക്കരുത്. വൈകാരിക വിക്ഷോഭം നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കാൻ അനുവദിക്കരുത്. എനിക്കതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. 3ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത നിങ്ങൾ ശ്രദ്ധിക്കണം. സമ്പത്ത് വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിന് മുൻപിൽ നിന്റെ കുടുംബത്തിന്റെ മുൻഗണന നീ അവസാനിപ്പിക്കരുത്. ഞാനൊരു കൊച്ചു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. സാമ്പത്തിക സുരക്ഷിതത്വമാണോ മാനസിക സംതൃപ്തിയാണോ കുടുംബജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം? എന്ന് പറഞ്ഞാട്ടെ. മാനസിക സംതൃപ്തി. സാമ്പത്തിക സുരക്ഷിതത്വം അല്ല, മാനസിക സംതൃപ്തിയാണ് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. ഒരിക്കൽ ഈ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ കേരളത്തിലൊരു സ്ഥലത്തിനടുത്ത് മലയരയന്മാരെന്ന് പറഞ്ഞ ഒരു പറ്റം ആൾക്കാർ വനത്തിനകത്ത് താമസിക്കുന്നുണ്ട്, വനവാസികളാണ്. അവരിലൊരു മലയരയനെ പന്നി കുത്തി. ഈ പന്നി കുത്തിയ മലയരയനെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ ഒരു സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർ ഇദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്: അല്ല മൂപ്പ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഗവൺമെന്റ് നിങ്ങൾക്ക് പ്രത്യേകം ക്വാർട്ടേഴ്സ് ഒക്കെ അനുവദിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അവിടെങ്ങാനും വന്ന് താമസിക്കരുതോ? ഈ കൊടും വനത്തിനകത്ത് ഏറുമാടം കെട്ടി അതിന്റെ മുകളിൽ കയറി ഉറങ്ങിയെങ്കിലേ സുഖമാകത്തുള്ളൂ. അപ്പോ ഈ മുറുക്കി പുളിങ്കുരു പോലെ കറുത്ത് ചുരുണ്ട കുറ്റിപ്പല്ലുകളെല്ലാം കൂടെ പുറത്തോട്ട് കാട്ടി മുഖം ഒന്ന് കോട്ടി വക്രിപ്പിച്ചുകൊണ്ട് ഈ മലയരയൻ പറഞ്ഞ മറുപടി ഒരു ഡോക്ടർ പറഞ്ഞു. ഇയാൾ ഈ മലയരയൻ പറയാ, തമ്പ്ര, അവിടം സ്വർഗമാ തമ്പ്ര, സ്വർഗം. പന്നിയിറച്ചിയും പുഴുങ്ങി തിന്ന് മലദൈവങ്ങളെ സേവിച്ച് സ്തോത്രം ഏറുമാടത്തിൽ കിടന്നുറങ്ങുന്നത് സ്വർഗം തന്നെയാ തമ്പ്ര. ഈ ഡോക്ടർ തിരുവനന്തപുരത്ത് തൻ്റെ സ്നേഹിതനായ ഒരു അറിയപ്പെട്ട സിനിമാ നടന്റെ പ്രശ്നം പരിഹരിക്കാൻ സ്വകാര്യ സംഭാഷണ ഒരു സൈക്കോളജിസ്റ്റ് കൂടെ ആയതുകൊണ്ട് സംസാരിക്കാനായിട്ട് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ സൈക്കോളജിസ്റ്റിനോട് ഈ സിനിമാ നടൻ പറയുക, സാറേ 3 വീടുണ്ട്, 3 വീട്. ഒന്ന് തിരുവനന്തപുരത്ത്, ഒന്ന് കൊടൈക്കനാലിൽ, മറ്റൊന്ന് ഊട്ടിയിൽ. 3ന്റെ മുറ്റത്ത് പുത്തൻ കാർ കിടപ്പുണ്ട്. പക്ഷേ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമാധാനമായിട്ടൊന്നിരുന്ന് 2 പച്ചച്ചോറ് വാരിയൊന്നുണ്ട്, ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് എത്ര കാലമായെന്നറിയാമോന്ന്. ഞാൻ എന്തായി പറഞ്ഞേ? കൊടുംവനത്തിലെ കോടമഞ്ഞിനകത്ത് ഏറുമാടത്തിൽ പന്നിയെ പുഴുങ്ങിത്തിന്ന് ജീവിക്കുന്ന മലയരയന് സ്വർഗം. 3 വീടും കാറുമായി കഴിയുന്ന ഈ അറിയപ്പെട്ട അഭിനേതാവിന് ഒരു സമാധാനവും ഇല്ല. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കുന്ന അസമാധാനത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന മാനസിക അവസ്ഥകളെ ആത്മാവിൽ ബന്ധിക്കുന്ന പകൽ മാറണം. അതിനെതിരെ വാദിക്കുന്നത് നിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയാണ്. ഇന്ന് പകൽ ആത്മാവിൽ പറയണം, എൻ്റെ കുടുംബത്തിനകത്ത് മനസ്സിനെ ബന്ധിക്കുന്ന വ്യാപാര ശക്തിയെ ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ജയിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ കഴിയുമോ? ശബ്ദമുയരട്ടെ. എല്ലാ കൃപ ലഭിച്ച ദൈവമക്കളും വന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാം, ഈ പകലൊരു സാധാരണ പകലല്ല. ചില കുടുംബത്തിനകത്തെ ബന്ധനങ്ങളെ സ്വർഗം അഴിച്ചു മാറ്റുന്ന പകലാണ്. യേശുവിൻ്റെ രക്തത്താൽ അത് ഈ പകൽ ഇവിടെ സംഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അസംതൃപ്തി നിന്റെ വീടിനെ വാഴരുത്. യേശുവിൻ്റെ നാമത്തിൽ ആ അസംതൃപ്തിയുടെ ആത്മാവിന്മേൽ ഇന്ന് പകൽ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ജയമെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിഹിത ബന്ധങ്ങൾ നിന്റെ വീട്ടിൽ വേര് പിടിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനത്തെ ആത്മാവിൽ ഞാൻ അഴിക്കുകയാണ്. യേശുവിൻ്റെ
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അസാധാരണമായി വ്യാപരിക്കുന്ന ചിലത് നിന്റെ കുടുംബത്തെ ഭരിക്കാൻ ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് പകൽ വലിയ വിടുതൽ വ്യാപരിക്കുന്ന പകലാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എൻ്റെ ആ മുൻപിലിരിക്കുന്ന വ്യക്തികളിൽ ചില പ്രിയപ്പെട്ടവരിലേക്ക് ഈ വചനം ആഴത്തിൽ ക്രിയ നടത്തുകയാണ്. നിന്നിൽ ശാപത്തിൻ്റെ വാക്കുകൾ ഉത്ഭവിപ്പിച്ച് നിന്റെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തി നിന്റെ കുടുംബജീവിതത്തെ വല്ലാതെ തകർത്ത് ക്രമേണ നിന്റെ ഭവനത്തിൽ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യിച്ച് നിന്റെ വാഗ്ദത്തങ്ങളെ മുച്ചൂടും തകർത്ത് വാദിച്ചു നിൽക്കുന്ന ചില ബന്ധനങ്ങൾ ഈ വിശുദ്ധ മേശയ്ക്ക് മുൻപിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരത്താൽ സ്വർഗം ഇന്ന് പകൽ അഴിച്ചു മാറ്റത്തക്ക വിധം ഒരു വലിയ വിടുതൽ വ്യാപരിക്കുന്ന പകലാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് മഹത്വം, യേശുവിന്റെ നാമത്തിൽ ജയം. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഈ ആരാധനയ്ക്കകത്ത് ബലത്തോടെ വ്യാപരിക്കുമ്പോൾ സ്വർഗം ഇന്ന് പകൽ പറയുന്നു, ചില കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റുന്ന പകലാണ്. നിന്റെ ഭവനത്തിൽ ആധിപത്യം പുലർത്തുന്ന എല്ലാ ശിക്ഷാവിധിയുടെ ശക്തിയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയട്ടെ. ഗ്ലോറി 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 ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരണ നൽകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. സാഹചര്യങ്ങളെ സാധ്യതകളെ ദുരന്തങ്ങളാക്കുന്ന പദം ശ്രദ്ധിക്കണം. സാഹചര്യങ്ങളെ സാധ്യതകളെ ദുരന്തങ്ങളാക്കുന്ന ഒരു ശക്തി വിശേഷം നിന്റെ കുടുംബത്തിന്റെ പുറകിൽ നിഴൽ പോലെ ഭരിക്കുമ്പോൾ ഇന്നത്തെ കർത്തൃമേശയ്ക്ക് മുൻപിൽ ആ കെട്ടിനെ പൊട്ടിച്ച് സ്വർഗം നിന്നെ സ്വതന്ത്രനാക്കിയിട്ട് ഇതുവരെ പകരാത്തൊരു ദൈവ വിടുതൽ നിന്റെ ഭവനത്തിന്മേൽ വാഗ്ദത്തമായി പകരാൻ ആ കരം ചലിക്കാൻ കൊതിക്കുന്നു. ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞാനൊരു വസ്തുത പറയാം. ഒരു സഹോദരിയുടെ കണ്ണുനീർത്തുള്ളികൾ വീഴുന്ന കുടുംബം നമുക്ക് പുറത്ത് കാണുന്ന സമയത്ത് പലതും ഇഷ്ടമായി തോന്നിയാലും ഉള്ളിൻ്റെ ഉള്ളറകൾ പല കുടുംബങ്ങളും പുകയുകയാണ്. ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥനാ സംഘത്തിന് ഒരു സഹോദരി അയച്ചൊരു കത്തുണ്ട്. ആ കത്ത് അറിയപ്പെട്ട ഒരു ആത്മീയ നിലവാരമുള്ള വ്യക്തിയുടെ വീട്ടിൽ നിന്ന് വന്ന കത്താണ്. ആ കത്തിലെ വസ്തുതകൾ ഇങ്ങനെ: റാന്നിയിലെ പ്രശസ്തമായ ഒരു തറവാട് കുടുംബം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പമ്പാ നദിയുടെ കരയിൽ ബഹുനില ബംഗ്ലാവിൽ കഴിയുന്ന ഒരു സഹോദരി. അവൾ കുറിച്ച കത്തിങ്ങനെ: പാസ്റ്ററെ, ഈ കത്ത് കണ്ണുനീരിൽ കുതിർന്നാണ് എഴുതുന്നത്. ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവന് കൈ കൊടുത്ത് വീട്ടിലെത്തിയത്. 3 കുഞ്ഞുങ്ങൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി കഴിഞ്ഞപ്പോൾ എനിക്ക് ചിലതെല്ലാം മനസ്സിലായി. എൻ്റെ ഭർത്താവിന് എന്നിൽ തന്നെയല്ല സന്തോഷിക്കാൻ കഴിയുന്നതെന്ന്. ഇല്ല, ഈ ജീവിതം മടുത്തത് കൊണ്ട് മരിക്കാൻ തീരുമാനിച്ചു. ആ സഹോദരി പറഞ്ഞു, ഞാൻ വീട്ടിന് പുറത്തേക്ക് പോകുമ്പോൾ നന്നായി വസ്ത്രം ധരിച്ച് അഭിനയിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ള് വല്ലാതെ പൊള്ളുകയായിരുന്നു. അന്നൊരിക്കൽ തീരുമാനിച്ചു മരിക്കാൻ. എൻ്റെ 3 കുഞ്ഞുങ്ങളെ കട്ടിൽ ഉറക്കി കിടത്തിയിട്ട് ഞാൻ വീടിൻ്റെ പിൻഭാഗത്തെ കതക് തുറന്ന് രാത്രി 2 മണിക്ക് ആറ്റുകടവിലേക്ക് നീങ്ങി. വീടിൻ്റെ പുറകിൽ കൂടെയാണ് പമ്പ ഒഴുകുന്നത്. ആറ്റുകടവിലെ കല്ലിലോട്ട് കയറി നിന്ന് വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഇളയ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് കരയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ നിയന്ത്രണം വിട്ടോടി മുറിക്കകത്തോട്ട് കയറി ചെല്ലുമ്പോൾ മമ്മീ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞ് 2 കുഞ്ഞുങ്ങളുടെ മുൻപിൽ തപ്പിക്കൊണ്ട് കരയുകയാണ്. ഞാൻ ആ കുഞ്ഞുങ്ങളെ 3 പേരെയും വാരിപ്പിടിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്തു. മക്കളെ, ഈ മമ്മി ഇനി ആത്മഹത്യ ചെയ്യില്ല. ഈ വീട്ടിൽ ഞാൻ കുടുംബജീവിതം അഭിനയിക്കും. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ വീട്ടിൽ അഭിനയിക്കുന്നു. ഈ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾ സംസാരിക്കാനുള്ള നിയോഗമുണ്ടെങ്കിലും ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ ഉള്ളുകൊണ്ട് യോജിക്കാതെ ദൈവം വെച്ച അധികാര സ്ഥാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആത്മീയ ശുശ്രൂഷകളിൽ അഭിനയിക്കുകയാണെങ്കിൽ
ആ കെട്ടഴിച്ചു മാറ്റിയിട്ട് ഇതുവരെ കാണാത്തൊരു ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് നിന്റെ കുടുംബത്തെ നടത്താൻ യേശുവിൻ്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. ഇരിക്കുന്ന സകല ദൈവമക്കളും കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ. 1-2 മിനിറ്റ് പ്രാർത്ഥനയൊന്ന് ഉയരട്ടെ. രക്തത്താൽ ജയം. ഞാൻ പ്രവചന നിയോഗത്തോടെ സംസാരിച്ച ഫാമിലി മീറ്റിങ്ങുകളുണ്ട്. ആ ഫാമിലി മീറ്റിങ്ങുകളിൽ എഴുന്നേറ്റ് വന്നിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് കർത്തൃസന്നിധിയിൽ സംസാരിച്ച രംഗങ്ങളുണ്ട്. ഞാൻ ഇന്ന് പകൽ പറയാം, എൻ്റെ ഹൃദയത്തോട് രാവിലെ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ നിയോഗം എനിക്കുണ്ടായി. ഈ ആരാധനയ്ക്കകത്ത് ചില കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റുന്ന പകലാണ്. നിന്റെ കുടുംബത്തെ നാളുകളായി ഭരിക്കുന്ന ചില ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ അഴിയാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് എഴുന്നേറ്റു നിന്ന് ചില മിനിറ്റുകൾ ജാഗരിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ 2 കൈകളും കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കുക. ശബ്ദം ഉയരട്ടെ. ഒരു വാ പോലും അടയരുത്. നിസ്സംഗതയോടെ ഇതിനകത്ത് നിൽക്കരുത്. എല്ലാ പ്രിയപ്പെട്ടവരും 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. ശബ്ദം ഉയരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം വിളയാൻ അനുവദിക്കാതെ, നിങ്ങളുടെ കുടുംബത്തിന് അസ്വസ്ഥത പകരത്തക്ക വിധത്തിൽ, നിങ്ങളുടെ കുടുംബത്തിന് ആത്മീയ ഐക്യതയെ തകർത്തുകൊണ്ട് വാദിക്കുന്ന ചില ബന്ധനങ്ങൾ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ സഭായോഗത്തിൽ സ്വർഗം അഴിച്ചു മാറ്റിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകി ഇറങ്ങത്തക്ക വിധം എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയരാൻ തുടങ്ങുന്നു. ഈ വിശുദ്ധ മേശ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവത്തിന് മഹത്വം. ശബ്ദം ഉയരട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. പരിശുദ്ധാത്മാവ് ചില വീടുകളുടെ നിയന്ത്രണം ഇന്ന് പകൽ ഏറ്റെടുക്കുകയാണ്. പുറത്തെൻ്റെ ഭർത്താവ് നല്ലവനാണ്, മറ്റുള്ളവർക്ക് മുൻപിൽ ആകർഷണീയമായി ഇടപെടുന്നവനാണ്, പക്ഷെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അദ്ദേഹം വിരുദ്ധമാണ്. പുറത്തെൻ്റെ ഭാര്യ നല്ലവളാണ്, ആകർഷണീയമായി ഇടപെടുന്നവളാണ്, പക്ഷെ എനിക്കും എൻ്റെ കുടുംബത്തിനും അതൊരു മുള്ളാണ്. വാദിക്കുന്ന ചില വിഷയങ്ങൾ അധികം താമസിക്കാതെ നിന്റെ കുടുംബത്തെ കെട്ടോടെ തകർക്കത്തക്ക വിധം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനത്തെ സ്വർഗം അഴിച്ചു മാറ്റിയിട്ട് ചില സ്വാതന്ത്ര്യങ്ങൾ ആരംഭിക്കുന്ന ഒരു പകൽ തീരാൻ തുടങ്ങുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ 2 കരവും ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന ഒന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. ഗ്ലോറി. പ്രാർത്ഥന ഉയരട്ടെ. ഇതിനകത്ത് നിൽക്കുന്ന ദൈവദാസന്മാർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ വിശുദ്ധ മേശ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെ കുടുംബത്തിനകത്തെ ദൈവത്തിന്റെ ക്രമം തകർത്താൽ പിശാച് കൈകൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്തെ ദൈവിക ക്രമം തകർക്കുക, ഇതാണ് സാത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. യേശുവിന്റെ നാമത്തിൽ ആ ക്രമം തകരരുത്. ദൈവം വെച്ചിരിക്കുന്ന ക്രമം തകരരുത്. യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെച്ചിരിക്കുന്ന ദൈവിക ക്രമം തകരരുത്. സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, കീഴ്പ്പെടുന്ന ഒരു ഭാര്യ, അനുസരിക്കുന്ന ഒരു മക്കൾ, തലമുറകൾക്കകത്ത് വാദിക്കുന്ന ക്രമം തകർത്തിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം ദുരന്തമാണ്. ഗ്ലോറി. അക്കരം 2 നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കണം. ഒന്ന് കണ്ണു തുറന്നേ. ഈ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജുകളിൽ സാത്താൻ ആക്രമിച്ചത് ഒരു സഭയല്ല, ഒരു കുടുംബത്തെയാണ്. കുടുംബം തകർത്താൽ ബാക്കി മുഴുവൻ തകരും. പ്രാതികൂല്യം കളത്രസ്യ നരകാ നാസ്തി സംഭവ. മലയാള ഭാഷയാ. കുടുംബത്തിനകത്ത് പ്രതികൂലം തുടങ്ങിയാൽ വീട്ടിൽ നരക ഉറപ്പ്. എന്നാൽ ഇന്ന് പകൽ ആ കെട്ടിനെ മുഴുവൻ അഴിക്കാൻ കഴിവുള്ള ദൈവശക്തിയാണ് ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ബലത്തോടെ വ്യാപരിക്കുന്നതെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിനകത്ത് ദൈവിക ക്രമം തകരാൻ പാടില്ല. പ്രാർത്ഥിക്കാട്ടെ. ശബ്ദം ഉയരട്ടെ. ശക്തിയോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ വിശുദ്ധ മേശ നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ പുറകിൽ അനുഗ്രഹം വ്യാപരിക്കണം. ഗ്ലോറി. പാസ്റ്ററെ, എനിക്ക് പ്രാർത്ഥന വേണം.
എൻ്റെ കുടുംബത്തിൽ ശിക്ഷാവിധി വ്യാപരിക്കരുത്. എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം മാത്രമേ വ്യാപരിക്കാവൂ. ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഞാൻ യുവാക്കന്മാരായ ആളുകളുടെ മധ്യത്തിൽ ഒരു വാക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. ഞാൻ കണ്ട അസാധാരണമായൊരു സംഭവം പറഞ്ഞു നിർത്തുകയാണ്. വിവാഹത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ചെയ്യുന്ന ഉടമ്പടി ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ കൈപിടിച്ച് ഉടമ്പടി ചെയ്തവരല്ലേ? സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവമായ കർത്താവ് അനുവദിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിലും ഞാൻ നിന്നെ സ്നേഹിച്ചും ഞാൻ നിനക്ക് കീഴ്പ്പെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഉടമ്പടിയില്ലേ? പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിയുന്നതോടെ അമ്പലത്തിലെ പൂച്ചയ്ക്ക് തേവരെ പേടിയില്ലെന്ന് കേട്ടിട്ടില്ലേ? എന്താ കാര്യം? സദസ് വന്ന് കുമ്പിട്ട് നമസ്കരിച്ചിട്ടായി പ്രതിമയുടെ മുന്നേ പോകുന്നത്. കോവിൽ അടച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ മിച്ചിഷ്ടം കഴിക്കാൻ പൂച്ച ഒരു വരവുണ്ട്. വരുന്നത് ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെ ചാടി ഇദ്ദേഹത്തിൻ്റെ മടിയിൽ കൂടെ ഇറങ്ങി കിട്ടാവുന്ന നക്കി തോളെ കൂടെ ചാടി കയറിപ്പോവും. പരിചയം കൂടുതൽ കൊണ്ട് ഈ പൂച്ചയ്ക്ക് ഈ തേവരെ പേടിയില്ല. കുടുംബത്തിനകത്ത് ദൈവിക ക്രമം തകർന്നാൽ അതിൻ്റെ പരിണിത ഫലം തലമുറകൾ ശാരീരികവും മാനസികവുമുള്ള പ്രത്യാഘാതങ്ങളുടെ പ്രതിഫലനമായി മാറും. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ടില്ലെങ്കിൽ നിന്റെ തലമുറ മുഖാന്തരം നീ കരയേണ്ടി വരും. കാരണം റിബല്യസായ ജന്മം കൊടുക്കുന്ന തലമുറ കുടുംബത്തിൽ തലമുറ ഭീകര പ്രശ്നങ്ങളായി മാറും. കർത്താവേ, കരയാൻ അവസരമുണ്ടാകാതിരിക്കത്തക്ക വിധം എൻ്റെ കുടുംബത്തെ ശാപത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ വലതുകരം ഉയർത്തിപ്പിടിച്ച് ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചേ. ശക്തമായി പ്രാർത്ഥിച്ചേ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന ഉയരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ഗ്ലോറി. പരിശുദ്ധാത്മാവ് ഇന്ന് പകലത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ ദൈവിക ക്രമം തകർന്നാൽ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമല്ല. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ വിശുദ്ധ മേശയിലേക്ക് കരം നീട്ടാൻ തുടങ്ങുകയാണ്. ദൈവിക ക്രമം തകരുന്ന കുടുംബങ്ങൾക്ക് നടുവിൽ എൻ്റെ മുൻപിൽ കരമുയർത്തി നിൽക്കുന്ന ഈ കുടുംബങ്ങൾ വിശുദ്ധിയിൽ പൂർണ്ണരായി ദൈവിക ക്രമത്തിൽ മുന്നേറത്തക്ക വിധം ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അതിന് വിപരീതമായി അവരെ ഭരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ ഇന്ന് പകലത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അടയാളത്തോടുകൂടിയ ദൈവപ്രവർത്തിക്കായി ഈ സദസ്സിനെ ഞങ്ങൾ കരം വെച്ച് അനുഗ്രഹിക്കുന്നു. നിയമരക്തം ഈ കുടുംബങ്ങൾക്ക് കാവലായി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. മറക്കരുത്, ഇന്ന് പകൽ ഈ ശുശ്രൂഷയ്ക്ക് മുൻപിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം: എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക ക്രമം തകരരുതേ. എൻ്റെ കുടുംബം ശിക്ഷാവിധിയുടെ കീഴിലാകരുത്. എൻ്റെ കുടുംബം അനുഗ്രഹത്തിൻ്റെ കീഴിൽ മാത്രം ആയിരിക്കണം. ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ ബഹുമാന്യ കർത്തൃദാസൻ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ അവസരമൊരുക്കിയ ക്രമീകരണങ്ങൾ, വിശേഷിച്ച് ഞാൻ പാർക്കാൻ ദൈവഭൃത്യനെ ഒരുക്കിയ പ്രിയപ്പെട്ട മകൻ ജെഫിയുടെ കുടുംബം, ആ കുടുംബത്തിലെ കർത്താവിൻ്റെ ദാസൻ്റെയും ദാസിയുടെയും ഏറ്റവും സ്നേഹപൂർണമായ പരിചരണം, അവരുടെ ആത്മാർത്ഥത, മുൻപേ ആരും ഓർപ്പിച്ചതുപോലെ അബ്രഹാം കൂടാരവളപ്പിൽ ദൂതന്മാർക്കെടുത്ത അളവ് 30 ലക്ഷത്തിന് മരുഭൂമിയിൽ തിരിച്ചളന്ന ദൈവം നിങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ നാമത്തോട് ചെയ്യുന്ന സ്നേഹത്തിന് തിരിച്ചളവും അടിയിൽ തടന്ന് മാനിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെ കീഴിൽ മാത്രമായിരിക്കട്ടെ. പ്രിയ ബിജു പാസ്റ്ററേയും സഹപ്രവർത്തകരെയും ഈ പട്ടണത്തിൽ അസാധാരണ ദൈവപ്രവർത്തിക്കായി 2025 തിരശ്ശീല വീഴും മുൻപ്, ഈ വർഷത്തെ കലണ്ടർ മാറും മുൻപ് എൻ്റെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ അവസാന കുത്തിടുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.